എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റായ വർഗസമവാക്യങ്ങൾ, അതായത് സ്ക്വയർ ഐഡൻറ്റിറ്റീസ് എന്ന പാഠഭാഗമാണല്ലോ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച നമുക്ക് ഇന്ന് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നിർത്തിയതാണ് എക്സ് വൈ ഈക്വൽസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഹോൾ ബൈ 4. ഇത് നമുക്ക് കുറച്ചുകൂടെ ചെറിയ രൂപത്തിൽ ആക്കാം. എങ്ങനെ ആക്കാം? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ബൈ 4, അതായത് ഇതിനെ രണ്ടിനെയും പ്രത്യേകം ഡിവൈഡ് ചെയ്യുന്നു, മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ബൈ 4. ഇതിന് നമുക്ക് 4 എന്ന് പറയുന്നത് 2 സ്ക്വയറാണ് അല്ലേ? നമുക്കിങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. ശരിയാകത്തില്ലേ? നോക്കുക, ഇവിടെ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയർ ഇവിടെ വന്ന് 2ൻ്റെ സ്ക്വയർ 4. ഇപ്പുറത്തും അതുപോലെ ആക്കാം, എക്സ് മൈനസ് വൈ ബൈ 4 2 സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 എഴുതിയിട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എക്സ് വൈ ഈക്വൽസ് നമുക്ക് എങ്ങനെ കിട്ടി? എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഏത് രണ്ട് സംഖ്യയുടെയും ഗുണനഫലം, എക്സും വൈയും രണ്ട് സംഖ്യകളാണ്, ഏത് രണ്ട് സംഖ്യയുടെയും ഗുണനഫലം അവയുടെ തുകയുടെയും, ഇവിടെ കൂട്ടുകയാണ് ഇവിടെ കുറയ്ക്കുകയാണ്, അവയുടെ തുകയുടെയും വ്യത്യാസത്തിൻ്റെയും പകുതി ബൈ 2 ആണ്. ബൈ 2 എന്താ? തുകയുടെയും വ്യത്യാസത്തിൻ്റെയും പകുതിയുടെ വർഗം എന്ന് പറയുമ്പോൾ സ്ക്വയർ, അവയുടെ വ്യത്യാസമാണ്. മനസ്സിലായോ? അപ്പം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കൂട്ടി അതിൻ്റെ പകുതി എടുക്കുക, സ്ക്വയർ എടുക്കുക. ആ രണ്ട് സംഖ്യയും കുറച്ച് പകുതി എടുക്കുക, സ്ക്വയർ എടുക്കുക. എന്നിട്ട് അവയുടെ വ്യത്യാസം, ആ രണ്ട് വ്യത്യാസങ്ങളും കാണുക. മനസ്സിലായോ? അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാനുണ്ട്. നമ്മൾ അതിലേക്ക് പോകാം. 135 ഇൻറ്റു 65. ഒരു ചോദ്യം ചെയ്യാം. 135 ഇൻറ്റു 65. ഇപ്പോൾ രണ്ട് സംഖ്യയുടെ ഗുണനഫലം എങ്ങനെയാണ് ചെയ്യുന്നത്? കൂട്ടുക. 135 പ്ലസ് 65 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 135 മൈനസ് 65 ബൈ 2 ഹോൾ സ്ക്വയർ. 135 65 കൂടെ കൂട്ടിയാൽ എത്ര വരും? 65. 5 5 10, 0 ഇഷ്ടം 1 0 2 200 വരും. 200 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ്, ഇനി ഇത് കുറയ്ക്കുകയാണെങ്കിൽ 135 നിന്ന് 65 കുറയ്ക്കുകയാണെങ്കിൽ 5 5 പോയാൽ 0, 13 6 പോയാൽ 7, 70 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പം 100ൻ്റെ സ്ക്വയർ മൈനസ് 70 ബൈ 2 35. 100 സ്ക്വയർ മൈനസ് 35 സ്ക്വയർ എന്ന് കിട്ടും. 100 സ്ക്വയർ മൈനസ് 35 സ്ക്വയർ. അപ്പം 100ൻ്റെ സ്ക്വയർ എത്ര? 1ൻ്റെ കൂടെ 4 0 വരും അല്ലേ? 3 4 35 എത്ര വരും? 12 25 എന്ന് കിട്ടും. 1225. അപ്പം നമ്മളിത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 225 5. അപ്പോൾ നമുക്കിവിടെ കുറയ്ക്കുമ്പോൾ എത്ര വരും? 10,000 നിന്ന് 1225. 5 5 7 9 7 8 8775 എന്ന് കിട്ടും. 8775 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സംഖ്യയുടെ ഗുണനഫലമാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഒരു ദശാംശ സംഖ്യ ചെയ്യാം. 10.6 ഇൻറ്റു 9.4. എന്താ വേണ്ടത്? 10.6 പ്ലസ് 9.4 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 10.6 മൈനസ് 9.4 ബൈ 2 ഹോൾ സ്ക്വയർ. 10.6
9.4 കൂട്ടി എത്ര വരും? 10, 0, 20.0, അതായത് 20 എന്ന് കിട്ടും. 20/2 ഹോൾ സ്ക്വയർ മൈനസ്, ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9.4, 2 പോയിൻറ്റ് എത്ര വരും? 1 വരും അല്ലേ? 1.2/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 20ൻ്റെ സ്ക്വയർ 20/2 സ്ക്വയർ, അതായത് 10 സ്ക്വയർ മൈനസ് 1.2/2 0.6 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 10ൻ്റെ സ്ക്വയർ എത്ര? നമുക്കറിയാവുന്നതല്ലേ, 100 മൈനസ് 6, 0.6, 36. ഇവിടെ 2 സ്ഥാനം മാറ്റി ദശാംശം ഇടുമ്പോൾ 2 സ്ഥാനം മാറ്റി ദശാംശം ഇടുക, 0 കൊടുക്കുക. 100.00 നിന്ന് 0.36 കുറയ്ക്കുക. 4, 6 എത്ര? 9, 99.64 എന്ന് കിട്ടും. 99.64 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിൽ നിന്ന് വേറൊരു സർവ്വസമവാക്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭിന്നസംഖ്യ ഇവിടെ ചെയ്യാം. 2.5 ഇൻറ്റു 1.5 ചെയ്യണം. 2.5 പ്ലസ് 1.5/2 ഹോൾ സ്ക്വയർ മൈനസ് 2.5 മൈനസ് 1.5/2 ഹോൾ സ്ക്വയർ എത്ര വരും? 2.5, 1.5, 2, 1, 3, 1.5, 1, 4. അപ്പം 4/2 ഹോൾ സ്ക്വയർ മൈനസ്, ഇതൊക്കെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. 2.5 1.5 പോയാൽ എത്ര? 1 അല്ലേ? 1/2 ഹോൾ സ്ക്വയർ. അപ്പം 4/2 എത്ര? 2. 2 സ്ക്വയർ മൈനസ് അരയുടെ സ്ക്വയർ 1/1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. ഇവിടെ 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1/4. നമുക്ക് LCM എടുത്ത് ചെയ്യാം. 4, 1 × 4, 4, 4 16 മൈനസ് 1, 1, 15/4 എന്ന് കിട്ടും. 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 3, 12, ശിഷ്ടം 3. എന്താ കിട്ടും? 3, പിന്നെ ഇത് ശിഷ്ടം 3 അല്ലേ? 3, 3/4 എന്ന് ഉത്തരം കിട്ടും. മനസ്സിലായോ? ഇത് നമ്മളിപ്പം ഭിന്നസംഖ്യയാണ് ചെയ്തത്. ഇനി നമുക്ക് വർഗങ്ങളുടെ വ്യത്യാസം കാണാം. ഞാൻ ഒരു എക്സാമ്പിൾ ഇതാണ്. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 25 9 പോയാൽ 16 കിട്ടും. ഇത് കിട്ടും 16. ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാം. ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. 5ഉം 3ഉം കൂടെ കൂട്ടുക, 5ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ 5, 3 എത്ര കിട്ടും? 8. 5ൽ നിന്ന് 3 കുറച്ചാൽ 2, 8, 2, 16 ഉണ്ടോ? നമുക്ക് ഇതിന് നമ്മൾ എങ്ങനെ എഴുതി? 5 + 3 × 5 - 3. അപ്പോൾ നമുക്ക് ഒരേ ഉത്തരം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ 5നും 3നും ഒക്കെ പകരം എക്സും വൈയും എടുക്കുകയാണെങ്കിൽ നമ്മുടെ സർവ്വസമവാക്യം എങ്ങനെ മാറും? x² - y² സമം x + y × x - y. ഈ ഐഡൻറ്റിറ്റി നമ്മൾ മറന്നു പോകരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടാണ്. നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ സർവ്വസമവാക്യം നമ്മൾ മറക്കരുത്. x² - y², 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ തുകയുടെയും വ്യത്യാസത്തിൻ്റെയും ഗുണനഫലമാണ്. ഒന്നുകൂടി പറയാം. 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്താണ്?
ആ സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസത്തിൻ്റെയും ഗുണനഫലമാണ്. സംഖ്യയുടെ തുകയുടെയും വ്യത്യാസത്തിൻ്റെയും ഗുണനഫലമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ടുമൂന്ന് കണക്ക് ചെയ്യാം. 12 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ, അപ്പോൾ എക്സും വൈയും. അപ്പം 12 പ്ലസ് 10 ഇൻറ്റു 12 മൈനസ് 10 എത്ര വരും? 12 പ്ലസ് 10 22 ഇൻറ്റു 12 10 പോയാൽ 2, അപ്പോൾ നമുക്ക് 44 കിട്ടി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12ൻ്റെ സ്ക്വയർ എടുക്കണം, പിന്നെ 10ൻ്റെ സ്ക്വയർ എടുക്കണം, അത് കുറയ്ക്കണം. ഈ സർവ്വസമവാക്യം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ദശാംശ സംഖ്യ ആവട്ടെ ഭിന്നസംഖ്യ ആവട്ടെ എല്ലാം നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ഭിന്നസംഖ്യ ചെയ്യാം. 3½ മൈനസ് 3½ സ്ക്വയർ മൈനസ് 2½ സ്ക്വയർ. എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടുക. 3½ പ്ലസ് 2½ പിന്നെ അത് രണ്ടും കുറയ്ക്കുക. 3½ മൈനസ് 2½ അപ്പം എത്ര വരും? 3ഉം 2ഉം 5, അര 1, അപ്പോൾ 5ഉം 1ഉം 6. മനസ്സിലായോ? 3ഉം 2ഉം കൂട്ടുക, പിന്നെ അരയും കൂട്ടുക. ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാവുന്ന. 3ഉം 2ഉം 5, 5ഉം അര 1, 5ഉം 1ഉം 6. മനസ്സിലായോ? പിന്നെ 3/2 2½ പോയാൽ 1ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 1 6 × 1 6 കിട്ടും. ഇനി നമുക്കൊരു ദശാംശം ചെയ്യാം. 1 3.6 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ. ഇത് രണ്ടും കൂടെ കൂട്ടുക. 3.6 പ്ലസ് 1.4 ഇൻറ്റു 3.6 മൈനസ് 1.4. 3.6 1.4 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 1.4 6 4 10 0 1 3 4 5 5 വരും. പിന്നെ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 3.6 മൈനസ് 1.4 6 4 പോയാൽ 2 3 പോയാൽ 2 2.2 22 × 5 110. ഇവിടെ ഒരു സ്ഥാനം മാറ്റി ദശാംശം ഉള്ളതുകൊണ്ട് ദശാംശം ഇടുക. അപ്പം നമ്മുടെ ഉത്തരം എത്ര വരും? 11 കിട്ടും. മനസ്സിലായോ? എന്താ കിട്ടും? 11 കിട്ടും. ഇതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ അടുത്ത 2 വരികൾ എഴുതുക, പിന്നെ ബീജഗണിതം ഉപയോഗിച്ച് തത്വം വിശദമാക്കുക. അപ്പോൾ അര 1.5 ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏതായിരിക്കും? അരയ്ക്കും 1.5ക്കും ഇടയ്ക്ക് ആര് വരും? 1 വരും. 1.5ക്ക് 2.5ക്കും ഇടയ്ക്കുള്ള സംഖ്യ ഏതാണ്? 2. 2.5ക്കും 3.5ക്കും ഇടയ്ക്കുള്ള സംഖ്യ ഏതാണ്? 3 അല്ലേ? അതായത് 1ൽ ഇവിടെ അര കുറച്ച് 1ൻ്റെ കൂടെ അര കൂട്ടി. 1ൽ അര കുറച്ചപ്പോൾ അരയായി, 1ൻ്റെ കൂടെ അര കൂട്ടിയപ്പോൾ 1.5 ആയി. 2ൽ അര കുറച്ചപ്പോൾ 1.5 ആയി, 2ൻ്റെ കൂടെ അര കൂട്ടിയപ്പോൾ 2.5 ആയി. 3ൽ അര കുറച്ചപ്പോൾ 2.5 ആയി, 3ൽ അര കൂട്ടിയപ്പോൾ 3.5 ആയി. അപ്പോൾ ഇതനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും? അര 1.5 2.5. അടുത്ത എന്തായിരിക്കും? 3.5 ആയിരിക്കും അല്ലേ? 3.5 ആണെങ്കിൽ ഇപ്പുറത്ത് എത്രയായിരിക്കും? ഒന്നുകൂടി കൂടി 4.5 സമം. ഇവിടെ വരുന്ന സംഖ്യ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഈ അവസാനം തന്നിരിക്കുന്ന സംഖ്യ ഇവിടെ നോക്കുക. 18 എങ്ങനെ വന്ന്? 2 × 3 സ്ക്വയർ 2 × 3 സ്ക്വയർ. ഇനി നമുക്ക് വരുന്ന സംഖ്യ എന്തായിരിക്കും? 2 × 4 സ്ക്വയർ. 4 സ്ക്വയർ എന്നാൽ 16. 16 2 32. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് വരുക? 32.5. 32.5. ഇനി അടുത്ത വരി എന്തായിരിക്കും? 4.5. ഇനി എന്തായിരിക്കും? 3.5 4.5 എഴുതിയല്ലേ? ഇനി എന്തായിരിക്കും? 4.5 5.5.
5 സ്ക്വയർ സമം ഇവിടെ വരുന്ന സംഖ്യ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 2 × 5 സ്ക്വയർ. 2 നോക്കേ 1 2 × 1 സ്ക്വയർ, 2 × 2 സ്ക്വയർ, 2 × 3 സ്ക്വയർ, 2 × 4 സ്ക്വയർ, അങ്ങനെ ആകുമ്പോൾ 2 × 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 × 25 2 50 വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 50 അരാന്ന് കിട്ടും. ഇനി നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് ഇത് വിശദമാക്കണം ഈ തത്വം. ഇവിടെ 5 അര കുറച്ച് 5 അര കൂട്ടി, അങ്ങനെയാണ് 4 5 വന്നത്. അപ്പോൾ നമുക്ക് എക്സും വൈയും ആയിട്ട് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം 2 × എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 2 × എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ വൈക്ക് നമ്മളിവിടെ അര എടുക്കുകയാണെങ്കിൽ ഇവിടെ അരയാണ് നമ്മൾ 5 അര കൂട്ടി 5 5 അര കുറച്ച്. അപ്പോൾ എക്സ് ആയിട്ട് ഇട്ടിട്ട് വൈക്ക് അര കൊടുത്താൽ എന്തായിട്ട് മാറും? എക്സ് പ്ലസ് അര ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് അര ഹോൾ സ്ക്വയർ സമം 2 × എക്സ് സ്ക്വയർ പ്ലസ് അര ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ വൈക്ക് അര എടുത്തപ്പോൾ എന്തായിട്ട് മാറി? എക്സ് പ്ലസ് ഹാഫ് അര ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് അര ഹോൾ സ്ക്വയർ സമം 2 × എക്സ് സ്ക്വയർ പ്ലസ് അര സ്ക്വയർ സമം 2 × എക്സ് സ്ക്വയർ പ്ലസ് അരയുടെ സ്ക്വയർ അര സ്ക്വയർ. അപ്പം 2 × എക്സ് സ്ക്വയർ പ്ലസ് അരയുടെ സ്ക്വയർ 1/4 എന്ന് വരും. ഇത് വരും 1/4 സമം 2 × ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 2 × 1/4 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സമം 2x സ്ക്വയർ പ്ലസ് 2 × 1/4. ഈ 4ഉം 2ഉം കൂടെ വെട്ടിയിട്ട് ഇവിടെ 2 വരും. അപ്പം നമുക്ക് ആൻസർ എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് 1/2. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ 2 വരിയുടെ ബീജഗണിത രൂപമാണ് 2x സ്ക്വയർ പ്ലസ് അര എന്ന് പറയുന്നത്. എക്സ് പ്ലസ് അര ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് അര ഹോൾ സ്ക്വയർ സമം അതുപയോഗിച്ച് നമുക്ക് ഏത് ഉത്തരത്തിൽ നമ്മൾ വന്നു ചേർന്നു? 2x സ്ക്വയർ പ്ലസ് അര. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിനേഷന് വരുന്നതായിരിക്കും. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ലെസണിൽ റിവിഷൻ തീർന്നു. ഇനി അടുത്ത ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.